ആക്ഷൻ രംഗങ്ങൾ എന്നത് ഒരു സിനിമയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗങ്ങളിലൊന്നാണ്. ആക്ഷൻ രംഗങ്ങളുടെ പ്ലാനിങ്ങും ഡിസൈനിങ്ങും എക്സിക്യൂഷനും എല്ലാം അടങ്ങുന്ന ആക്ഷൻ കൊറിയോഗ്രാഫി ഒരു സിനിമയുടെ വാണിജ്യ വിജയത്തിന് ഇന്ന് പ്രധാന ഘടകം തന്നെയാണ്. ജാക്കി ചാൻ, ടോണി ജാ, ജെറ്റ്ലി തുടങ്ങിയ അഭിനേതാക്കൾ മാർഷ്യൽ ആർട്ട് വിദഗ്ധന്മാർ മാത്രമല്ല, സിനിമയിലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കൂടിയാണ്. നമ്മുടെ മലയാള സിനിമ ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ കാര്യത്തിൽ പ്രേംനസീർ കാലഘട്ടത്തിലെ ഡിഷ്യൂം സിനിമകളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും ഇന്നും മറ്റു ഭാഷാ സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനുള്ള വൻ ബഡ്ജറ്റും സ്പെഷ്യലി ട്രെയിൻഡ് ആയ ആക്ഷൻ ഹീറോസിന്റെ കുറവുമെല്ലാമായിരിക്കാം മലയാള സിനിമയിലെ സംഘട്ടന രംഗങ്ങൾ മറ്റ് സിനിമകളോട് കിടപിടിക്കാൻ കഴിയാതെ പിന്നോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് നമുക്ക് മികച്ച രീതിയിൽ ആക്ഷൻ ചെയ്യാൻ തയ്യാറുള്ള നായക നടന്മാരുണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ കഴിയില്ല. പൃഥ്വിരാജും ടൊവിനോ തോമസും ഉണ്ണി മുകുന്ദനുമെല്ലാം തന്നെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏത് ആക്ഷൻ ഹീറോസുമായും കിടപിടിക്കാൻ കഴിവുള്ളവരാണ്. എന്തിന് ഈ പ്രായത്തിലും നമ്മുടെ മോഹൻലാലിന്റെ മെയ്വഴക്കം തുടരുമെന്ന സിനിമയിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണല്ലോ. ഇന്ന് സിനിമാക്രമം പരിശോധിക്കുന്നത് നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് സീനുകളാണ്. ആയുധങ്ങളോ തോക്കോ റോപ്പോ മറ്റ് ഗിമ്മിക്സുകളൊന്നും ഇല്ലാതെ രണ്ടുപേർ തമ്മിലുള്ള നേരിട്ടുള്ള മികച്ച സംഘടന രംഗങ്ങളാണ് ഇവ. ഇത് തികച്ചും സിനിമാ കമ്പത്തിന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സച്ചിയുടെ അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്. അയ്യപ്പനും കോശിയും തമ്മിൽ നേർക്കുനേർ നിന്നുള്ള കയ്യാങ്കളി. ആ കയ്യാങ്കളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് സിനിമയുടെ തുടക്കത്തിൽ തുടങ്ങുന്ന അവർ തമ്മിലുള്ള ഒരു നിസ്സാരമായ വഴക്ക് അവരുടെ ഈഗോ ക്ലാഷ് മൂലം വികസിച്ച് അവസാനം അതിനുവേണ്ടി പരസ്പരം തമ്മിൽ തല്ലിച്ചാവാൻ തുടങ്ങുന്ന ഒരു ഫൈറ്റാണ്. 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള ആ സിനിമ വികസിക്കുന്നതും ലക്ഷ്യമിടുന്നതും പ്രേക്ഷകർ കാത്തിരിക്കുന്നതും അയ്യപ്പനും കോശിയും തമ്മിൽ നേർക്കുനേർ നടക്കുന്ന ആ ഒരു സംഘട്ടനത്തിലേക്കാണ്. അങ്ങനെ ക്ലൈമാക്സ് നടക്കുന്ന ആ ഒരു സംഘട്ടനത്തിലേക്ക് പ്രേക്ഷകരെ യാതൊരു മുഷിപ്പുമില്ലാതെ ത്രില്ലിംഗ് ആയ ആവേശമുണർത്തുന്ന രംഗങ്ങളിലൂടെ കൊണ്ടുപോയി അതിൻ്റെ ഉച്ചസ്ഥായിലാണ് ഈ ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ഇതിൽ ആ മാർക്കറ്റിലെ ഈ അടി കണ്ടു നിൽക്കുന്ന നാട്ടുകാരെ പോലെ തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. ഈ മാർക്കറ്റ് ഫൈറ്റ് തന്നെ സൂപ്പർബിലി ഡിസൈൻഡ് ആയ വെൽ എക്സിക്യൂട്ടഡ് ആയ ഒരു ഫൈറ്റാണ്. നമ്മൾ പല സിനിമകളിലും കാണുന്നത് പോലെ നായകൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള ഫൈറ്റൊന്നുമല്ല. ബിജു മേനോനും പൃഥ്വിരാജും തീവ്ര വൈരികളെ പോലെ പരസ്പരം അടിച്ചുകൊണ്ടും കെട്ടിമറിഞ്ഞുകൊണ്ടും കടകൾ തകർത്തുകൊണ്ടും ചടിയിൽ വീണുരുണ്ടുമെല്ലാമുള്ള ഗിമ്മിക്കുകളൊന്നുമില്ലാത്ത തികച്ചും റിയലിസ്റ്റിക് ആയ ഒരു സംഘട്ടന രംഗമാണിത്. ഉന്തിയും തള്ളിയും കയ്യിൽ കിട്ടിയതെടുത്ത് അടിച്ചും തുല്യശക്തികളായ രണ്ടുപേർ തമ്മിൽ രണ്ടിലൊരാൾ വീഴുന്നത് വരെയുള്ള ആ സംഘട്ടനത്തിന്റെ ചിത്രീകരണവും അതിന്റെ എഡിറ്റിങ്ങും BGM എല്ലാം തന്നെ അതിന്റെ ഇന്റൻസിറ്റി ആഡ് ചെയ്യുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. രണ്ട് നടന്മാരുടെയും കായികക്ഷമത മാത്രമല്ല, ഈ രീതിയിൽ ഒരു ഫൈറ്റ് ഒരുക്കുന്നതിന് രണ്ട് നടന്മാരും കാണിച്ച ആ ഡെഡിക്കേഷനും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ടൊവിനോയും സുമേഷ് മൂറും അഭിനയിച്ച കള എന്ന സിനിമയിൽ എത്തുമ്പോഴേക്കും ഈ ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് എന്ന് പറയുന്നത് ഭയാനകവും ചോര ചിന്തുന്നതും മൃഗീയവുമായി മാറുന്നുണ്ട്. എതിരാളിയെ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ടുപേരും പല പ്രാവശ്യം കയ്യിൽ കിട്ടുന്നത് എന്തും എടുത്തുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്നത്. പുറംകാഴ്ചയിൽ ഒരു നായയെ കൊന്നതിനുള്ള പ്രതികാരമായാണ് ഈ രണ്ടുപേരും തമ്മിലുള്ള സംഘട്ടനമെങ്കിലും സിനിമ മുന്നോട്ട് പോകുന്നതോടുകൂടി ഇവർ തമ്മിലുള്ള സംഘട്ടനങ്ങൾക്ക് വ്യത്യസ്ത തലങ്ങൾ ലഭിക്കുന്നുണ്ട്. അതൊരു ഈഗോ ക്ലാഷായും ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സംഘർഷമായും ജാതീയമായ വേർതിരിവിന്റെ സംഘർഷമായെല്ലാം തന്നെ അത് വളർന്നു വരുന്നുണ്ട്. ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു സംഘർഷം മാത്രമല്ല, അവർ തമ്മിലുള്ള എല്ലാ ഏറ്റുമുട്ടലുകളും മലയാള സിനിമ കണ്ട മികച്ച ആക്ഷൻ രംഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് അഭിനയമാണോ കൊറിയോഗ്രാഫി ചെയ്തതാണോ എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ തികച്ചും നേച്ചുറലായി റിയലിസ്റ്റിക് ആയ ഒരു ഫൈറ്റായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഒരു നാടൻ അടി നടക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമോ അതെല്ലാം ആ രീതിയിൽ തന്നെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
നമ്മുടെ പല സിനിമകളിലും കണ്ടതുപോലെ മുണ്ട് മടക്കി കുത്തിയടിക്കുന്ന നായകനെ പോലെയല്ല ഇവിടെ. മുണ്ടഴിഞ്ഞു പോയും അടിച്ചും അടി കിട്ടിയും ചോരയൊലിപ്പിച്ചും തോറ്റും ജയിച്ചുമെല്ലാമാണ് ഇവിടെ നായകൻ, അങ്ങനെ ടൊവിനോയുടെ കഥാപാത്രത്തെ നമുക്ക് വിളിക്കാമെങ്കിൽ, മുന്നോട്ട് പോകുന്നത്. ഇവർ തമ്മിലുള്ള സംഘട്ടനത്തിന്റെ അവസാനം പ്രതിനായകൻ നായകനോളമോ അല്ലെങ്കിൽ നായകന്റെ മുകളിലോ എത്തുന്നു. തന്റെ ശക്തിക്കും അധികാരത്തിനും ധാർഷ്ട്യത്തിനുമെല്ലാം ഏറ്റ കനത്ത പ്രഹരമായി ഈ സംഘട്ടനം അവസാനമെത്തുമ്പോൾ നായകൻ ഭയന്ന് ടോയ്ലറ്റിൽ കയറി ഒളിക്കുന്നതിലാണ് എത്തുന്നത്. നായകൻ ജയിച്ചു കാണുന്ന മിക്ക സിനിമകളിലെയും സംഘട്ടനങ്ങൾ കണ്ടു പരിചയിച്ച പ്രേക്ഷകന് പക്ഷെ ഇവിടെ നായകന്റെ പരാജയം അവനെ സന്തോഷിപ്പിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ സിനിമ ഇതിലെ ഭീകരമായ ആക്ഷൻ രംഗങ്ങളെ പ്രേക്ഷകനെ വൈകാരികമായി അടുപ്പിക്കുന്നത് കൂടിയായി മാറി. താഴ്വാരത്തിലെ ക്ലൈമാക്സ് സംഘട്ടന രംഗമാണ് അടുത്തത്. മോഹൻലാലും സലീം ഗൗസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അധിക നേരം നീണ്ടു നിൽക്കുന്ന ആക്ഷൻ രംഗമല്ല അത്. കൊല്ലാൻ അവൻ ശ്രമിക്കും, ചാവാതിരിക്കാൻ ഞാനുമെന്ന് മോഹൻലാലിന്റെ കഥാപാത്രം ഇതിൽ ഒരിക്കൽ പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ വിപരീതമാണ് ക്ലൈമാക്സിൽ സംഭവിക്കുന്നത്. കൊല്ലാൻ മോഹൻലാലിന്റെ ബാലൻ എന്ന കഥാപാത്രവും ചാവാതിരിക്കാൻ സലീം ഗൗസിന്റെ രാഘവനും. ഇതിൽ ബാലനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് തൻ്റെ ഭാര്യയെ ആദ്യ രാത്രി തന്നെ കൊന്ന, തന്നെ ചതിച്ച തൻ്റെ സുഹൃത്തായ രാഘവനെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു നിശ്ചയദാർഢ്യത്തിൽ നിന്ന് ഒരു അണു പോലും ബാലന് ഇളക്കമില്ലായിരുന്നു. അങ്ങനെ ഒരു ലക്ഷ്യവുമായി വരുന്ന ബാലൻ ചിലപ്പോൾ ഇരയായി മാറിയിട്ടുമുണ്ട്. പക്ഷെ അവസാനം ക്ലൈമാക്സിൽ ഇവർ തമ്മിലുള്ള സംഘട്ടനം നിശബ്ദമായ ആ താഴ്വാരത്തിനെ പോലെ, അത് നിർനിമേഷരായി കണ്ടു നിൽക്കുന്ന കഥാപാത്രങ്ങളെ പോലെ പ്രേക്ഷകനും അതേ നിർവികാരതയോടുകൂടി മാത്രമേ ഈ രംഗം കണ്ടു തീർക്കാനാവൂ. രണ്ടുപേരും പരസ്പരം കൊല്ലുന്നതിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാത്ത ആ സംഘട്ടനത്തിനൊടുവിൽ വില്ലനെ കൊലപ്പെടുത്തി ശാന്തമായ മുഖത്തോടുകൂടി മോഹൻലാൽ കഥാപാത്രം താഴ്വാരം ഇറങ്ങിപ്പോകുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുന്നു. പരസ്പരം കൊല്ലാൻ വേണ്ടിയുള്ള രണ്ടുപേരുടെയും ശ്രമത്തിനിടയിൽ അവസാനം അവരുടെ ശവം കൊത്തിവലിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെ രണ്ട് കഴുകന്മാരെ ആ രംഗത്ത് കാണിച്ചത് ആ സംഘട്ടനത്തിന്റെ തീവ്രതയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി പ്രേക്ഷകരിൽ എത്തിക്കാൻ സംവിധായകന് കഴിഞ്ഞു. മറക്കാനാവാത്ത മറ്റൊരു സംഘട്ടന രംഗം വടക്കൻ വീരഗാഥയിൽ ആരോമൽ ചേകവറും അരിങ്ങോടരും തമ്മിലുള്ള സംഘട്ടനമാണ്. സുരേഷ് ഗോപിയും ക്യാപ്റ്റൻ രാജുവും തമ്മിലുള്ള വാൾപ്പായിട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ വ്യക്തിപരമായി യാതൊരു ശത്രുതയുമില്ല. ഇവിടെ തമ്മിൽ വെട്ടി മരിക്കാനും കൊല്ലാനും തയ്യാറാവുന്നത് അവർ തമ്മിലുള്ള ശത്രുതയുടെ പേരിലുമല്ല. ഇവർ രണ്ടുപേരും ചാവേറുകളാണ്. ചേകവന്മാരായി പിറന്നതുകൊണ്ട് ആരുടെയൊക്കെയോ ചാവേറായി മാറേണ്ടി വന്ന രണ്ടുപേർ. ഇവർ തമ്മിൽ അംഗം വെട്ടുന്നതാവട്ടെ നാടുവാഴികൾ തമ്മിലുള്ള മൂപ്പിടമ തർക്കം തീർക്കാനും. ഇങ്ങനെയൊരു ആർക്കോ വേണ്ടി നടക്കുന്ന ഒരു അംഗമാണ് ഇവർ തമ്മിലുള്ളത്. നായകനും നായികയ്ക്കും മറ്റുള്ളവർക്കും ഈ അംഗവുമായുള്ള വൈകാരിക ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ഈ സംഘട്ടനം തീക്ഷ്ണമായ ഒരു പോരാട്ടമായി മാറുന്നുണ്ട്. മലയാള സിനിമ അതുവരെ കണ്ട വടക്കൻ പാട്ട് സിനിമകളിലെ പ്രേം നസീർ ഉമ്മർ തമ്മിലുള്ള അംഗം വെട്ടലുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പോരാട്ട വീര്യമുള്ള അംഗം വെട്ടലായിരുന്നു ഇത്. സുരേഷ് ഗോപിയുടെയും ക്യാപ്റ്റൻ രാജുവിന്റെയും 6 അടി പൊക്ക ശരീരവും മെയ്യഴകുമെല്ലാം ഇവർ തമ്മിലുള്ള സംഘട്ടനത്തെ ഒരു ദൃശ്യാനന്ദമായി പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടു. മാത്രമല്ല അംഗത്തിനിടയിൽ ചുരിക മുറിഞ്ഞു പോകുന്നതും ആരോമൽ ചേകോർ മുറിച്ചിരികെ എറിഞ്ഞ് അരിങ്ങോടരുടെ തല കൊയ്യുന്നതുമെല്ലാം അതുവരെ വടക്കൻ പാട്ട് കഥകളിലൂടെയും സിനിമകളിലൂടെയും കണ്ടു കേട്ട് പരിചയിച്ചതിൽ നിന്നും വ്യത്യസ്ത അനുഭവമായി മാറിയപ്പോൾ പ്രേക്ഷകനെ അത് പിടിച്ചിരുത്തുന്ന ഒരു അനുഭവമാക്കി ഈ സംഘട്ടന രംഗം മാറ്റി. മലയാള സിനിമയിലെ കയ്യാങ്കളികൾ ഇവിടെ അവസാനിക്കുന്നില്ല. മികച്ചത് ഇനിയും എത്രയോ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മികച്ച സംഘട്ടന രംഗം ഏതാണ് മലയാള സിനിമയിൽ? സിനിമാ കമ്പവുമായി അത് പങ്കുവയ്ക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഇപ്പോൾ യൂട്യൂബ് പുതുതായി ഏർപ്പെടുത്തിയ കമൻറ്റ് ബോക്സിലെ ഹൈപ്പ് ബട്ടൺ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുക. ഇത് ഈ ചാനലിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങളിലേക്ക് എളുപ്പം എത്തിക്കുന്നതിന് സഹായകരമാവും. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കുമ്പത്തിന്റെ നമസ്കാരം.